CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സംസ്ഥാന സമ്മേളനത്തിൽ പല വിധത്തിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ എല്ലാം കൊണ്ടും തികഞ്ഞ ആളാണ് എന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളം ബംഗാളാവാനുള്ള ഒരു സ്ഥിതി അധികം വൈകാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആവും എന്നുള്ള രീതിയുണ്ട്. കണ്ണൂർ ലോബി ശക്തമായി ഇതിൽ പിടിമുറുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നയപരമായിട്ടുള്ള മാറ്റം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഈ കാര്യങ്ങളെല്ലാം പാർട്ടി എന്നാണ് പിന്നോട്ടടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം മുദ്രാവാക്യം വിളിച്ച് നടന്ന ഈ കണ്ണൂരിൽ കുത്തുപറമ്പിൽ വെടിയേറ്റ് മരിച്ച ഈ സ്ഥിരമായിട്ട് ആളുകളെ ബൂർഷാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ രക്തസാക്ഷിയും ആയി മരണത്തോടെ. ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നമ്മളെല്ലാം ശ്രദ്ധയോടെ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വാർത്തയായും അല്ലാതെ സുഹൃത്തുക്കൾ വഴി നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പാർട്ടിയുടെ നയം സമൂലം മാറുകയാണ്. പതുക്കെ വന്നുകൊണ്ടിരുന്ന മാറ്റം, അതായത് പാർട്ടി വിപ്ലവ പാത വിട്ട് മുതലാളിത്ത പാതയിലേക്ക് സഞ്ചരിക്കുന്നത് വളരെ സാവകാശമായിരുന്നു. കഴിഞ്ഞൊരു 15-20 വർഷമായിട്ട് പാർട്ടിയിൽ, പ്രത്യേകിച്ചും പിണറായി വിജയൻ നേതൃത്വത്തിൽ വന്ന ചടയം ഗോവിന്ദൻ്റെ നിര്യാണത്തെ തുടർന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി വന്നതിന് ശേഷം പാർട്ടിയുടെ നയത്തിൽ അടിമുടി മാറ്റമുണ്ടായി. നമുക്കറിയാം, പിണറായി വിജയൻ തെക്ക് നിന്ന് വടക്ക് തൊട്ട് 2 ജാഥകൾ നടത്തി, കേരള യാത്ര. ഇതിൽ അദ്ദേഹം ഓരോ ജില്ലയിലും രാത്രിയിലെ വിശ്രമത്തിന് ശേഷം രാവിലെ കണ്ടത് ആ ജില്ലയിലെ പ്രധാനപ്പെട്ട സംരംഭകരെയാണ്, മുതലാളിമാരെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷൻ. പണ്ടൊക്കെ AKG ഒക്കെ ഒരു സ്ഥലത്ത് പോയാൽ കിടന്നുറങ്ങുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനവുമായി അടുത്ത ഒരാളിൻ്റെ വീട്ടിലായിരിക്കും, ഭക്ഷണം ഒരു തൊഴിലാളിയുടെ വീട്ടിലായിരിക്കും. ആ ഗ്രാമത്തിലുള്ള 10-15 പേര് ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. അതെല്ലാം ഗ്രാമീണ സ്വഭാവമുള്ള പാവങ്ങളിൽ പാവങ്ങളായി ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നീക്കമായിരുന്നു. അതായിരുന്നു പൊതുവായ പാർട്ടിയുടെ ശൈലി. അതിൽ നിന്ന് മാറി അത് വന്നപ്പോഴേ ഈ ലെനിനിസം മാർക്സിസം ഒക്കെ വിട്ടിട്ട് ക്യാപിറ്റലിസ്റ്റ് പ്രവണതയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പാർട്ടി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഈ മുതലാളിത്ത ബൂർഷ്വാ സ്വഭാവം പാർട്ടി തന്നെ അതിനെ ഉൾക്കൊള്ളുകയും പാർട്ടിയിൽ പലരും പാർട്ടി മുതലാളിമാരാകുകയും ചെയ്തു. പാർട്ടിയിലെ നേതാക്കൾക്ക് പലർക്കും സംരംഭങ്ങളായി. ഇവരിത്രയും കാലം ബൂർഷ്വാ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ അവരുടെ കഴിവും പ്രതിഭയും ഉപയോഗിച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അവർ ധനം സമ്പാദിക്കുന്നത് വഴി അവർക്കുണ്ടാകുന്ന ധനത്തിൻ്റെ ഒരു ഷെയർ പൊതു ആവശ്യത്തിന് പോകുന്നുണ്ട്, നികുതിയായും മറ്റും. പൊതു ഖജനാവിൽ അവർ മുതൽ മുടക്കുന്നു. ഉദാഹരണത്തിന് കാർ ഫാക്ടറിയിൽ നിന്ന് ഒരു കാറ് വിൽക്കപ്പെടുമ്പോൾ, ഒരു വലിയ കാറാണെങ്കിൽ അതിൽ 40% കാറിൻ്റെ വിലയുടെ 40% പൊതുഖജനാവിൽ അടയുകയാണ് നികുതി ഇനത്തിൽ. അപ്പോൾ കാർ നിർമ്മാണ ഫാക്ടറി വരുന്നത് നാട്ടിന് മൊത്തത്തിൽ ഗുണമാണ്. അതേസമയത്ത് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ ആ വ്യവസായ സ്ഥാപനം പൂട്ടേണ്ടതാണ് എന്നായിരുന്നു ഇത്ര കാലത്തെ. അപ്പോൾ പൊതുമേഖലയെയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെയും ശത്രുക്കളായി കാണുക എന്ന ഒരു സമീപനം, ആ സംരംഭത്തെ തകർക്കുന്ന ഒരു കാഴ്ചപ്പാടും പ്രവർത്തനവും അത് പാർട്ടി ഉപേക്ഷിച്ചിട്ട് ഈ മുതലാളിത്തത്തെ വാരിപ്പുണരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ പിണറായി വിജയനെ ചങ്ങാത്ത മുതലാളി എന്ന് വിളിച്ചു, ക്രോണി ക്യാപിറ്റലിസ്റ്റ്. ഇപ്പോൾ ഈ ക്രോണി ക്യാപിറ്റലിസം കളഞ്ഞ് ക്യാപിറ്റലിസം ആയി. അതാണ് പൂർണ്ണ മുതലാളിത്തം. പാർട്ടി കൊല്ലത്ത് കാണുന്നത് പൂർണ്ണ മുതലാളിത്തത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇതൊരു വശം. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് പാർട്ടിക്കുണ്ടായ തിരിച്ചടിയും അറിയാം. രാധാകൃഷ്ണൻ്റെ ഒരു സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നു പാർട്ടി. അതിൽ നിന്ന് പാർട്ടി പെട്ടെന്ന് സ്വീകരിച്ച ഒരു പാഠം കൊല്ലത്ത് ഇപ്പം നമുക്ക് ഒരു സൂചന പോലെ ലഭിക്കുന്നു. ഹിന്ദുത്വത്തെ അവർ സ്നേഹിക്കാൻ തുടങ്ങി. അതിന് ആദ്യം ചെയ്തത് നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല, എന്നിട്ട് പിറ്റേ ദിവസം അത് നിയോ ഫാസിസ്റ്റാണ്. ഇപ്പോൾ ഇന്നലെ പ്രകാശ് കാരാട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇന്ത്യയിൽ ഫാസിസം ഇല്ല. എന്തൊരു വലിയ മാറ്റമാണ്. ഇപ്പോൾ ജർമ്മൻ സിദ്ധാന്തം, ഹില്ലറിയൻ സിദ്ധാന്തമാണ് ഇന്ത്യയിൽ RSS BJP ഒക്കെ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ത്യയിൽ ഫാസിസം ഇല്ല എന്ന് ഓപ്പണായി പറഞ്ഞിരിക്കുന്നു. ഇനി അഥവാ ഇല്ലെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. കാരണം ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്താണ് ഇപ്പോൾ
കുറച്ചെങ്കിലും ഫാസിസമുള്ളത്. എതിരഭിപ്രായത്തെ സഹിഷ്ണുതയോടെ വീക്ഷിക്കാനുള്ള മടി, എതിരാളിയെ അടിച്ചിരുത്തുക, അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കുക, സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കാതിരിക്കുക, മുഷ്ക്, ഇതെല്ലാം കാണിക്കുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ പാർട്ടിക്കകത്ത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് CPM-ലാണ്. അപ്പോൾ ഫാസിസം സ്വന്തം പ്രവർത്തന രീതിയായിരിക്കെ അങ്ങനൊരു പാർട്ടിയാണ് മറ്റുള്ളവരെ വിമർശിച്ചത്. അതുപോലെ മുതലാളിത്തത്തോടുള്ള അതിൻ്റെ ഓപ്പണായിട്ടുള്ള വിമർശനം മതിയാക്കി പാർട്ടി തന്നെ മുതലാളിത്ത പ്രസ്ഥാനമായി പരിവർത്തനം ചെയ്യുകയാണ്. ഇത് വ്യക്തമാകുകയാണ് ആശ്രാമം മൈതാനത്തെ പാർട്ടി വേദിയിൽ. പക്ഷെ അവിടെ എൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്, ഈ കാലങ്ങളായി കമ്മ്യൂണിസം പ്രസംഗിച്ച് നടന്ന, തൊഴിലാളി വർഗത്തെ പറ്റി പ്രസംഗിച്ച് നടന്ന, എന്താണ് കമ്മ്യൂണിസം എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ തമാശയായിട്ടെങ്കിലും പറയാറുണ്ട്. അതായത് ഈ കമ്മിയായ ഊണ് മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ തൊഴിലാളി വർഗത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ കാര്യം, സ്ത്രീപക്ഷം, ജാതിരഹിതം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കമ്മ്യൂണിസം പതുക്കെ ഈ മുതലാളിത്തത്തിലേക്ക് വരികയും ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ക്യാപിറ്റലിസത്തെ അനുകൂലിക്കുന്ന രീതിയിലേക്ക് നയപരമായ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ ഇതിനെ ഇത്രയും കാലം അനുകൂലിച്ചു കൊണ്ടിരുന്ന അണികൾ, സൈബർ അണികളുമൊക്കെ ഏത് ക്യാപ്സ്യൂൾ ഇട്ടാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുക എന്നതാണ് സംശയമായിട്ട് വരുന്നത്. സിൻസിയറായ അണികൾക്ക് രണ്ട് മാർഗമുണ്ട്. പാർട്ടിയെ ഉപജീവിച്ച് സ്ഥാനമാനങ്ങളോ ചെറിയ ഉദ്യോഗമോ പദവിയോ ഒക്കെ ഉള്ളവർക്ക് മാറാൻ വിഷമമാണ്. അവർക്ക് ന്യായീകരിക്കാം. അവർക്ക് ന്യായീകരിക്കാനുള്ള വാക്കുകളും പ്രയോഗങ്ങളുമാണ് പാർട്ടി സംഭാവന ചെയ്യുന്നത്. അവർക്ക് അവരുടെ സ്വന്തം നിലപാടിനെയും പാർട്ടിയെയും ന്യായീകരിക്കണം. അതിന് നമ്മൾ പറയുന്നത് കുന്നായ്മയെ പട്ടുപിടിപ്പിക്കും. അതിനവർ മിടുക്കന്മാരുമാണ്. അപ്പോൾ അവരങ്ങനെ സർവൈവ് ചെയ്തോളും. പക്ഷേ സിൻസിയറായ ചില പാർട്ടി അണികളുണ്ട്, അവർ പാർട്ടി വിട്ടു പോകും. പാർട്ടി വിട്ടു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ പാർട്ടിക്ക് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന ഹിന്ദു വോട്ട് മണ്ണ് കാൽച്ചുവട്ടിൽ നിന്ന് ഒഴുകി പോകുന്നത് പോലെ ഒലിച്ചുപോയി. അതുകൊണ്ടാണല്ലോ 11% കിടന്ന BJP-യുടെ വോട്ട് 21%. അപ്പോൾ 10% വോട്ട് ചോർന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരുടെ വോട്ടല്ല, കൂടുതലും CPM-ൻ്റെ വോട്ടാണ്. അപ്പോൾ CPM-ൻ്റെ അണികളിൽ നിന്ന്, അവരുടെ പരമ്പരാഗത സപ്പോർട്ട് ബേസിൽ നിന്നും ഹിന്ദു വോട്ട് സമൂലമായി ഒഴുകിപ്പോയി. ഇതിനെ തിരിച്ചെടുക്കാൻ ഉള്ള അടവും കൂടെ അവരുടെ ഈ കൊല്ലം സമ്മേളനത്തിൻ്റെ പ്രായോഗിക ചർച്ചാവേദിയിലുണ്ട്. ഹിന്ദുത്വത്തോട് മൃദു സമീപനം പുലർത്തുക, അമ്പലങ്ങളെ, അവിടുത്തെ ആചാരങ്ങളെ പരിരക്ഷിക്കുകയോ കഴിയുമെങ്കിൽ അത് പങ്കെടുക്കുകയോ ചെയ്യുക. നോക്കൂ, സുധാകരൻ കുംഭമേളയിൽ പോയത് പാർട്ടിക്ക് ഒരു പ്രശ്നമല്ലല്ലോ. സീമ ഭാസ്കർ പോയല്ലോ കുംഭമേളയിൽ. ജോൺ ബ്രിട്ടോയുടെ ഭാര്യയാണ്, സൈമൺ ബ്രിട്ടോയുടെ ഭാര്യയാണ് പോയത്, കുംഭമേളയിൽ പങ്കെടുത്തു. അപ്പോൾ ഇതൊന്നും അവർക്കൊരു ഇനി ഒരു ടാബു അല്ല. അപ്പോൾ ആ തരത്തിലേക്ക് പാർട്ടി മാറുകയാണ്. എത്രയോ അമ്പലങ്ങളുടെ ഭാരവാഹിത്വത്തിൽ ഇപ്പോൾ CPM നേതാക്കളുണ്ട്. അതിലൊറ്റ കാര്യങ്ങളും, അതായത് പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം സ്ത്രീപക്ഷം എന്ന് നായിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM ഇപ്പോൾ ഡൽഹിയിൽ അവസാനം BJP വിജയിച്ചപ്പോൾ അവിടെ മുഖ്യമന്ത്രി വന്നതും ഒരു വനിതയാണ്. അങ്ങനെയുള്ള CPM-ൻ്റെ ഈ സമ്മേളന കാലയളവിൽ ഒരു ജില്ലാ സെക്രട്ടറി വനിതയായിട്ടില്ല. അത് എന്നിട്ടും ഇവർ ഈ വനിതാപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഏറെക്കുറെ ഒരു ഇൻട്രോസ്പെക്റ്റീവ് ടോണിൽ, ആത്മവിമർശന സ്വരത്തിൽ വൃന്ദ കാരാട്ട്, പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരാട്ട് അത് പാർട്ടി വേദിയിൽ പ്രസംഗിച്ചു, കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. സ്ത്രീകൾക്ക് പൊതുവേദിയിൽ പ്രത്യേകിച്ചും പാർട്ടിയിൽ വേണ്ടത്ര നേതൃപ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു ആത്മവിമർശനം തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരമുണ്ട്. അതിപ്പോൾ ഒരു ജില്ലയിൽ പോലും ഒരു സെക്രട്ടറി വന്നില്ല. അപ്പോൾ മാത്രമല്ല മറ്റ് ബോഡികളിലും വനിതകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. പാർട്ടിയിലേക്ക് വരുന്ന സ്ത്രീജനങ്ങളിലും കുറവാണ് കേട്ടോ. ഇപ്പോൾ പ്രാദേശിക 50% റിസർവേഷനുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അവിടെ മത്സരിക്കാൻ മതിയായ സ്ഥാനാർത്ഥികളെ എല്ലാ പാർട്ടികൾക്കും സ്ത്രീകളെ വേണ്ടത്ര കിട്ടുന്നില്ല. അതുകൊണ്ട് നേതാക്കന്മാരുടെ ഭാര്യമാരോ സഹോദരിമാരോ ബന്ധുക്കളോ ഒക്കെ മത്സരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഭാര്യ ജയിച്ചു വന്ന സീറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത്
പ്രോക്സിയായിട്ട് ഭർത്താവാണ് എന്നുവരെ കേട്ടു. അപ്പോൾ അത്തരം അവസ്ഥാവിശേഷം പാർട്ടിക്കുണ്ട്. അത് പാർട്ടി കാലക്രമേണ മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെങ്കിൽ പാർട്ടിയുടെ നയത്തിൽ പിന്നെയും സ്ത്രീകളോടുള്ള സമീപനത്തിൽ കൂടുതൽ ജനാധിപത്യ രീതി സ്വീകരിക്കണം. തീർച്ചയായിട്ടും.